നമ്മളെല്ലാവരും ഓരോ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. എക്സൽ മീഡിയയുടെ ഇന്നത്തെ ചിന്തയിലേക്ക്. ദാനിയേൽ 10 അധ്യായം. ഈ അധ്യായത്തിൽ സൈറസ് രാജാവിൻ്റെ ഭരണത്തിൻ്റെ 3-ാം ആണ്ടിൽ സെരുബ്ബാബേലിന്റെ ലീഡർഷിപ്പിൽ ഒരു കൂട്ടം പ്രവാസികൾ ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി. ദാനിയേൽ അന്ന് 80ഓളം വയസ്സ് പ്രായമായിരുന്നു. ബാബിലോണിലൊരു ഉന്നത പൊസിഷനിലായിരുന്നു. അതുകൊണ്ട് അവിടെയുള്ള പ്രവാസികളെ നല്ലതായിട്ട് സെർവ് ചെയ്യാന്നോർത്ത് ദാനിയേൽ ജെറുസലേമിൽ പോയില്ല. ഈ 10ാം അധ്യായത്തിൽ ഒരു വലിയ ദർശനം ദൈവം ദാനിയേൽ കാണുന്നു. അതിന്റെ പൂർത്തീകരണം 11-12 അധ്യായത്തിൽ കാണാം. 2-ാം വാക്യത്തിൽ, "In those days I Daniel was mourning for 3 full weeks, ate no pleasant food, no meat, no wine came to his mouth." ഇവിടെ ദാനിയേൽ 3ഓളം ആഴ്ച ലഘുഭക്ഷണം കഴിച്ച് എളിമപ്പെട്ട് ദൈവസന്നിധിയിൽ ഇരിക്കുമായിരുന്നു. ഫാസ്റ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല, ഒരു സെൽഫ് ഡിനയൽ. ദാനിയേൽ ഇരുന്നത് ടൈഗ്രസ് നദിയുടെ തീരത്ത് ഒരു ക്ഷണവസ്ത്രം ധരിച്ച് അരയ്ക്ക് ഉഫാസ് തങ്കം കൊണ്ടുള്ള ഒരു കച്ച കെട്ടിയ ഒരു പുരുഷനെ ദാനിയേൽ കണ്ടു. ദാനിയേൽ കൂടെ ഉള്ളവരൊക്കെ ഭയപ്പെട്ട് ഓടിപ്പോയി. എന്നാൽ ദാനിയേൽ മാത്രം ഈ ദർശനം കണ്ടു. ദാനിയേലും ഭയപ്പെട്ട് ഏറ്റവും ശക്തിയില്ലാതായി. അപ്പൊ ഈ ദൂതൻ ദാനിയേലിനെ തൊട്ടപ്പോൾ ശക്തി ലഭിച്ചു. ദൂതൻ വിളിച്ചത്, ദാനിയേലേ, ദൈവത്തിന്റെ പ്രിയപുത്രൻ. ഈ അധ്യായത്തിൽ പിന്നെയും നമുക്ക് കാണാം ദാനിയേലിനെ ഇങ്ങനെ വിളിക്കുന്നത്. ദാനിയേലിന് ദൈവത്തിന്റെ കാര്യം ഒത്തിരി പ്രിയമായോണ്ട് ദൈവത്തിനും ദാനിയേല് ഒത്തിരി പ്രിയമായിരുന്നു. 10-12 വാക്യത്തില്, ദാനിയേൽ പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ദൈവം സ്വർഗത്തിൽ നിന്ന് പ്രാർത്ഥന മറുപടിയായി ഒരു ദൂതനെ ഡിസ്പാച്ച് ചെയ്തു. അതിൻ്റെ അർത്ഥം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ കരം ചലിക്കും. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്ന ആത്മമണ്ഡലത്തില് ഹൈ റാങ്കിങ് ഡെമോണിക് പവേഴ്സ് ദാനിയേലിന്റെ പ്രാർത്ഥനയെ തടഞ്ഞു. പാർസി പ്രഭു, യവന പ്രഭു പ്രാർത്ഥനയെ തടഞ്ഞു. ദാനിയേൽ 18 അല്ലെങ്കിൽ 20 ദിവസം പ്രാർത്ഥിച്ചായിരുന്നെങ്കിൽ ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കത്തില്ലായിരുന്നു. നമുക്ക് മനസ്സിലാക്കണം, നമ്മുടെ ദൈവം സർവശക്തനാണ്. അവർ ലോർഡ് ഇസ് സോവറിൻ. ആർക്കും ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയെ ഡിലേ ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തിന് ആഗ്രഹം ദാനിയേൽ ഒരു കൺസിസ്റ്റന്റ് പ്രെയർ ലൈഫ് ഡെവലപ്പ് ചെയ്യാനായിരിക്കും ദൈവം ഡിലേ ചെയ്തത്. പ്രധാന ദൂതനായ മിഖായേലിനെ അയച്ചു. ഈ ഹൈ ഡെമോണിക് പവേഴ്സിനോട് യുദ്ധം ചെയ്ത് 21-ാമത്തെ ദിവസം ദാനിയേലിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി അയച്ചു. ഹബക്കൂക്ക് 2:3 നാം കാണുന്നത്, ദർശനത്തൊരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടും, സമയം തെറ്റുകയില്ല, അത് വൈകുകയില്ല, അതിനായി കാത്തിരിക്കുക, അത് വരും നിശ്ചയം. നമ്മളെല്ലാവരും ഓരോ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെ ചിലപ്പോൾ നമ്മൾ ഡിലേ ആകുമ്പോൾ നമ്മുടെ വിശ്വാസം കുറയും, പ്രാർത്ഥന കുറയും. പക്ഷെ വചനം പറയുന്നത് അതിനുവേണ്ടി കാത്തിരിക്കുക, അത് വരും നിശ്ചയം. ഈ വചനത്താൽ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.